പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2024-25 അധ്യയന വർഷത്തെ 4 വർഷ ഡിഗ്രി കോഴ്സിൻ്റെ അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ധാരാളം വിദ്യാർത്ഥികൾക്ക് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ്, അഡ്മിഷൻ നടപടികൾ, മറ്റു കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ മാൻഡേറ്ററി ഫീ അടക്കാനുള്ള സമയമാണ്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രമാണ് മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടത്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടച്ചിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താകുന്നതാണ്. പിന്നെ തേർഡ് അലോട്ട്മെന്റിന് ശേഷം എഡിറ്റിംഗ് ചെയ്തുകൊണ്ട് തിരിച്ചു വരേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നിർബന്ധമായിട്ടും അടക്കണം. ഒരു വട്ടം മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് കിട്ടുമ്പോൾ മാൻഡേറ്ററി ഫീ പുതുതായിട്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഏറ്റവും വേഗത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീ അടക്കുക. അങ്ങനെ നമ്മൾ മാൻഡേറ്ററി ഫീ അടച്ചാണ് നമ്മൾ അഡ്മിഷൻ ഈ ഘട്ടത്തിൽ ഉറപ്പുവരുത്തേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം അഡ്മിഷൻ നടപടികൾ ഒന്നുമില്ല. ഒരു അഡ്മിഷൻ നടപടികളുമില്ല. കോളേജിൽ നിങ്ങൾ പോകേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈനിൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിങ് എല്ലാവരും ചെയ്താൽ ഒരു നഷ്ടവുമില്ല. അത് നിങ്ങളുടെ മറ്റു അഡ്മിഷനെയോ നിങ്ങളുടെ മറ്റൊന്നിനെയും ബാധിക്കില്ല. അത് ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത് കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങളുടെ താല്പര്യമാണ്. അത് എങ്ങനെയാണ് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ എന്നത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് അതൊന്നും കൂടി കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് ഇനി വരാനുള്ളത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റും അതിന്റെ അഡ്മിഷൻ നടപടികളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഈ സമയത്ത് ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യുന്നതിനുള്ള അവസരം മാത്രമേ ഉള്ളൂ. മറ്റു എഡിറ്റിംഗ് സാധ്യമല്ല. ഇനി നിങ്ങൾക്ക് എഡിറ്റിംഗ് സാധ്യമാകുന്നത് ജൂലൈ 15 തേർഡ് അലോട്ട്മെന്റിന് ശേഷം മാത്രമേ എഡിറ്റിംഗ് സാധ്യമുള്ളൂ. അതുവരെ എഡിറ്റിംഗ് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഈ സമയത്തെ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷനും മാൻഡേറ്ററി ഫീ പേയ്മെന്റും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ 27. ജൂൺ 27 സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് ഷെഡ്യൂൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജൂൺ 27 പബ്ലിഷ് ചെയ്യും. 12 മണിക്കാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ജൂൺ 26 ചിലപ്പോൾ പബ്ലിഷ് ചെയ്തു കൂടെയില്ല. ഓക്കെ, ജൂൺ 27 പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് ജൂൺ 27 മുതൽ ജൂലൈ 2 വരെ, 2-ന് 3 മണി വരെ മാൻഡേറ്ററി ഫീ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടാതെ സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക്, ഇതുവരെ ഒരു വട്ടം പോലും മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീ അടക്കാനുള്ള അവസരമാണ്. അതുപോലെ തന്നെ പെർമനന്റ് അഡ്മിഷൻ അറ്റ് ദ കോളേജ് ബൈ ഓൾ ദ കാൻഡിഡേറ്റ് റിസീവ്ഡ് അലോട്ട്മെന്റ് അപ് ടു സെക്കൻഡ് അലോട്ട്മെന്റ്. സെക്കൻഡ് അലോട്ട്മെന്റ് വരെ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യണം, പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു സംശയമോ, പിന്നെ തേർഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കില്ലേ? ഇവിടെ 3 തരം വിദ്യാർത്ഥികളാണ് ഉണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ. ഫസ്റ്റ് അലോട്ട്മെന്റിലോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിലോ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയെന്ന് കരുതാം. ആ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് കോളേജിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. ഓക്കെ, അവർക്ക് പിന്നീട് തേർഡ് അലോട്ട്മെന്റ് എന്നുള്ള ഓപ്ഷൻ അവിടെ ഇല്ല. തേർഡും ഇല്ല, സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒന്നും അവർക്ക് മുന്നിൽ ഇല്ല. ഇനി മറ്റൊരു കൂട്ടർ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്, അവർക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ട് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അവർക്ക് പിന്നീട് ഹയർ ഓപ്ഷൻ എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് തേർഡ് അലോട്ട്മെന്റോ സപ്ലിമെന്ററി അലോട്ട്മെന്റോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ വരികയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ. ഈ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. തേർഡ് അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിയാൽ അവിടേക്ക് ഈ കോളേജിൽ നിന്ന് മാറാം. ഫീ ഒക്കെ തിരിച്ചു തരണം എന്നതാണ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും റൂൾ. അങ്ങനെ തേർഡ് കഴിഞ്ഞിട്ട് ഫോർത്തിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്. അതിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ അങ്ങോട്ട് മാറാം, ഒരു തടസ്സമില്ല.
എന്ത് ചെയ്യണം? അവർ ഹയർ ഓപ്ഷൻ എന്ത് ചെയ്യണം? നിലനിർത്തിക്കൊണ്ടായിരിക്കണം പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. അവർക്ക് ഇഷ്ടമുള്ള ഹയർ ഓപ്ഷനുകളെല്ലാം നിലനിർത്തിക്കൊണ്ടായിരിക്കണം പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഈ കാര്യം ഓർത്തു വെച്ചാൽ ഇതിലൊരു ടെൻഷനും ഇല്ല. സെക്കൻഡ് അലോട്ട്മെന്റിലായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. അവിടെ പെർമനന്റ് അഡ്മിഷനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വല്ല മാറ്റങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ നിങ്ങളോട് പറയുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘട്ടം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കോട്ട വിദ്യാർത്ഥികളുടെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക ജൂൺ 29-ന്. കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക ജൂൺ 29-ന്. സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക ജൂലൈ 1-ന്. സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, ഹാൻഡിക്യാപ്ഡ് കോട്ടയുടെ അഡ്മിഷനുകൾ സ്റ്റാർട്ട് ചെയ്യുക ജൂലൈ 1-നാണ്. മാനേജ്മെന്റ് കോട്ടയുടെ അഡ്മിഷനും ജൂലൈ 1 മുതലാണ് കോളേജുകൾക്ക് തുടങ്ങാനുള്ള അവസരമുള്ളത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ജൂലൈ 1-ന് ക്ലാസ് ആരംഭിക്കും. അത് കഴിഞ്ഞിട്ട് തേർഡ് അലോട്ട്മെന്റ് ജൂലൈ 5-നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2 സപ്ലിമെന്ററി അലോട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പകരം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് കോളേജിൽ നിന്ന് വിളിക്കുന്ന രീതിയിലായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അങ്ങനെ സപ്ലിമെന്ററി അലോട്ട്മെന്റിലും അഡ്മിഷൻ ഫുൾ ആയിട്ടില്ലെങ്കിൽ പിന്നീട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. അത് ഓരോരോ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് മുമ്പിൽ ഞാനത് പ്രസന്റ് ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, തരുന്ന നിർദ്ദേശങ്ങൾ അതേപടി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നടപടികളിൽ നിന്നൊക്കെ പുറത്ത് പോകുന്നതായിരിക്കും. ഇത്ര കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വളരെ കൃത്യമായിട്ട് കാത്തിരിക്കുക. യഥാസമയം നിങ്ങളിലേക്ക് വിവരങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.